ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴമോ, ആ സ്നേഹത്തിൻ്റെ വീതിയോ, ആ സ്നേഹത്തിൻ്റെ നീളമോ, ആ സ്നേഹത്തിൻ്റെ ഉയരമോ മനുഷ്യൻ്റെ വാക്കുകളാൽ വർണ്ണിക്കാൻ ആവതല്ല. അത്രമാത്രം വലുതാണ് ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. സത്യമാണത്, അതൊരു നിത്യസത്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ദുഃഖം, എൻ്റെ സങ്കടം ഒന്ന് അന്വേഷിക്കാൻ ആരുമില്ല, എൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ആരുമില്ല, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള പലവിധ നിരാശാജനകമായ കാര്യങ്ങൾ ചിന്തിച്ചും ഓർത്തും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ആര് സ്നേഹിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല പ്രിയരെ, യേശു സ്നേഹിച്ചാൽ പോരെ. ആ യേശുവിൻ്റെ സ്നേഹം പൂർണ്ണമാണ്, മനുഷ്യൻ്റെ സ്നേഹം പൂർണ്ണമല്ല. എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നവരാണെങ്കിലും ആ സ്നേഹം പൂർണ്ണമാകാൻ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. കാരണം മനുഷ്യൻ അവനവനെ കൂടി സ്നേഹിക്കുന്നവരാണ്, ഇല്ലേ? നമ്മെ തന്നെ നാം സ്നേഹിക്കുന്നു. ഒരു അല്പമെങ്കിലും അതിന് ഏറ്റക്കുറച്ചിൽ വന്നെന്നിരിക്കാം, പക്ഷെ നാം നമ്മെ സ്നേഹിക്കുന്നു, നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ആ കൂടെ നാം ചിലരെയെല്ലാം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ സ്നേഹം ഡൈവേർട്ട് ചെയ്തു പോകും, ഈ സ്നേഹം പലരിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തു പോകും. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, നമ്മോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം, ഓരോരുത്തരോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം അത് പൂർണ്ണമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇൻഡിവിജ്വലായി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രിസ്തു യാഗമായി. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു: ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ജനിച്ചു എങ്കിൽ, ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജനിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇപ്പം ആദാമിന് ദൈവം ആദ്യം മനുഷ്യനായി സൃഷ്ടിച്ചതുപോലെ ഒരേ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നമുക്ക് വേണ്ടി കർത്താവ് മരിക്കുമായിരുന്നു. അപ്പോൾ അത്രമാത്രം വ്യക്തിപരമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. നിങ്ങൾ മാത്രമേ, പ്രിയ സഹോദരി, നീ മാത്രമേ ഈ ഭൂമിയിൽ ജനിച്ചുള്ളായിരുന്നുവെങ്കിൽ പോലും നിനക്ക് വേണ്ടി യേശു മരിക്കുമായിരുന്നു, ജീവൻ തരുമായിരുന്നു, ജീവരക്തം നമുക്ക് വേണ്ടി ഒഴുക്കുമായിരുന്നു. അതാണ് കാൽവറിയിലെ നിത്യസ്നേഹം. കാൽവറിയൻ സ്നേഹം ഓർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ എന്ന് പാട്ടുകാരൻ പാടി. കാൽവറിയിലെ സ്നേഹം, ആ നിത്യസ്നേഹം ഓർക്കുമ്പോൾ, ഞാൻ ഈ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ ഹൃദയം തരളിതമാകുന്നു. കാൽവറിയിലെ സ്നേഹം ഓർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയിൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനെ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. പാട്ടുകാരൻ എത്ര മനോഹരമായിട്ടാണ് പാടിയത്. കാൽവറിയിൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവിൽ ചൊല്ലിയിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വാസ്തവമായി കാൽവറിയിലെ സ്നേഹത്തെ കണ്ടെത്തണം, തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഒന്ന് വായിക്കാം, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം: അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. ആരാണ്? യേശു. നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ ഒരല്പം പോരായ്മയുണ്ട്. കാരണം രാജാവായ കർത്താവിനെ
യേശു പിന്നെയും ദൈവാലയത്തിൽ ചെന്നു എന്നറിയാം എന്ന് വേണമെങ്കിൽ എഴുതാം. ഇംഗ്ലീഷിൽ നിന്നും യു അല്ലെങ്കിൽ ഹി എന്നുള്ളത് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവനെന്നോ യു നീ എന്നോ നിന്റെ എന്നോ ആയിപ്പോയി. പക്ഷേ അവിടെ അല്പം കൂടി റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയാമായിരുന്നു. ഞാൻ സാധാരണ പ്രാർത്ഥിക്കുമ്പോഴും തിരുവചനം പറയുമ്പോഴും എപ്പോഴും അല്ലെങ്കിലും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നീ എന്നോ നിന്റെ എന്നോ പറയാൻ നാവ് പൊങ്ങാറില്ല. അത്രമാത്രം അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച രാജാതി രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ എന്നോ നിന്റെ എന്നോ അവനെന്നോ പറഞ്ഞ അതിസംബോധന ചെയ്യുവാൻ നമുക്ക് ഒരല്പം വൈക്ലഭ്യമുണ്ട്. എനിക്കങ്ങനെയുണ്ട്. കർത്താവിന് സ്തോത്രം. അവിടുന്നെന്നോ അവിടുത്തേതെന്നോ അങ്ങയുടേതെന്നോ ഒന്ന് പ്രയോഗിച്ചാൽ അത് അല്പം കൂടി നല്ലതാണ്. സ്തോത്രം. അത് നിങ്ങളുടെ വിലപ്പെട്ട ചിന്തിക്കാൻ വിടുകയാണ്. എന്നാൽ യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അതേ, യേശു പള്ളിയിൽ ഒരിക്കൽ ചെന്നു, യേശു പിന്നെയും ചെന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഒരിക്കൽ ചെന്നാൽ അവിടെ നിർത്തിക്കളയല്ല, യേശു പിന്നെയും ചെല്ലും. എന്താണ് അതിൻ്റെ ആത്മീയാർത്ഥം? യേശു നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ വരും. അല്ല, ഒരിക്കൽ വന്നിട്ട് നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തില്ലെങ്കിൽ പോയിട്ട് പിന്നെ ഒരിക്കലും വരാതിരിക്കുകയല്ല. യേശു പിന്നെയും വരും, പലപ്പോഴും വരും. അതിൽ എന്തുകൊണ്ട്? അത്രമാത്രം യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ചിലരുടെ പിന്നാലെ വർഷങ്ങൾ യേശു നടക്കും. മകനെ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ രക്ഷയിലേക്ക് വരുവാൻ, യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിപ്പാൻ എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങൾ, എത്രയോ മാസങ്ങൾ മകനെ നിന്റെ പിന്നാലെ യേശു നടന്നു. ആരോഗ്യമുള്ള കാലത്ത്, യൗവനകാലത്ത് യേശു പിന്നാലെ നടന്നു, യേശുവിന് പിടികൊടുത്തില്ല. എന്നാൽ മധ്യവയസ്ക പ്രായത്തിലേക്ക് വന്നു, അപ്പോഴും പിടികൊടുത്തില്ല. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് കാൽ വെച്ച് കയറി, അപ്പോഴും പിടികൊടുത്തില്ല. അപ്പോഴാണ് ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ. അപ്പോൾ ഓർത്തു, എൻ്റെ പിന്നാലെ നടന്ന യേശുവിൻ്റെ സ്നേഹം. നിങ്ങൾ ചിലർ അങ്ങനെ ചിന്തിച്ചില്ലേ? എന്നെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തെ എനിക്കൊന്ന് സ്നേഹിക്കണം, യേശുവിന് വേണ്ടി ഒന്ന് ജീവിതം കൊടുക്കണം. വൈകിയെന്ന് നമുക്ക് തോന്നിയെങ്കിലും യേശുവിന് വൈകിയില്ല. യേശു അപ്പോഴും നമ്മുടെ ജീവിതം ഏറ്റുവാങ്ങി. അങ്ങനെയല്ലേ മകനെ നീ രക്ഷിക്കപ്പെട്ടത്? ഈ വാർദ്ധക്യകാലത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ? എത്രയോ കാലം കർത്താവ് പിന്നാലെ നടന്നു, എങ്കിലും കർത്താവ് മടുത്തില്ല. കർത്താവ് വീണ്ടും പിന്നാലെ നടന്ന് നമ്മെ രക്ഷയിലേക്ക് നയിച്ചു. ഞാൻ എന്താണ് പറഞ്ഞത്? യേശു ഒരു പ്രാവശ്യം വന്നിട്ട് മടുത്തു പോകുന്നവനല്ല. യേശു പിന്നെയും വന്നു. യേശുവിൻ്റെ വരവിന് ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, യേശു നിങ്ങളെ സന്ദർശിക്കുന്നതിന് യേശുവിനൊരു ലക്ഷ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയാണോ? ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, കാരണം നിരാശ വന്ന് മൂടി, ലക്ഷ്യമില്ല, ലക്ഷ്യം പോലും നഷ്ടപ്പെട്ടവർ. ഒരിക്കൽ ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് ബുക്ക് ചെയ്താണ് കയറിയത്. അദ്ദേഹം ടിക്കറ്റ് എവിടെയോ വെച്ചു, അത് അത്ര ശ്രദ്ധിച്ചില്ല. ടിക്കറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നയാൾ വന്നു. അദ്ദേഹം വന്നപ്പോൾ ഈ ടിക്കറ്റ് എടുത്തയാൾ അദ്ദേഹം ടിക്കറ്റ് അവിടെയെല്ലാം പരതി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലും അദ്ദേഹത്തിൻ്റെ പേഴ്സിലും അദ്ദേഹത്തിൻ്റെ ബാഗിലെല്ലാം പരതി. അദ്ദേഹം ഒരു മാന്യനായ ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ഓഫീസർ പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? സാരമില്ല, ടിക്കറ്റ് നിങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുത്തുവെന്ന് എനിക്കറിയാം, എൻ്റെ റെക്കോർഡിലും അങ്ങനെ ടിക്കറ്റ് എടുത്ത ഇന്ന സീറ്റിലിരിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്, നിങ്ങളുടെ പേര് ഇതല്ലേ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരതാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും ടിക്കറ്റ് തപ്പുന്നത് കണ്ടപ്പോൾ ഈ ഓഫീസർ ചോദിച്ചു, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാരമില്ല, നിങ്ങളൊരു മാന്യനാണ്, നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ പോകില്ല, എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്തുകൊള്ളൂ, പിന്നെയും നിങ്ങൾ എന്തുകൊണ്ടാണ് ടിക്കറ്റ് തപ്പിയത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് മറന്നുപോയി എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ സംഭവം നമ്മോട് വിളിച്ചു പറയുന്ന കാര്യം? പലരും ലക്ഷ്യം മറന്ന് യാത്ര ചെയ്യുന്നു. എങ്ങോട്ടാണ് യാത്ര? ലക്ഷ്യമില്ല. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? ലക്ഷ്യബോധമില്ല. എന്താണ് ഭാവി? ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന അനേകരുണ്ട്. നാളെയെക്കുറിച്ച് ലക്ഷ്യബോധമില്ല. ഞാൻ എന്തായി തീരണം? ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു അംബീഷൻ വേണം, ഒരു ലക്ഷ്യം വേണം, ഒരു സ്വപ്നം വേണം പ്രിയരെ.
നമുക്കൊരു സ്വപ്നം വേണം. എന്തായിരിക്കണം നമ്മുടെ സുപ്രീം ഡ്രീം? എന്തായിരിക്കണം നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി? എന്തായിരിക്കണം? യേശു സ്വന്തമായി വരണം, യേശുവിനെ സ്നേഹിക്കണം, യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ജീവിതം ചെലവഴിക്കപ്പെടണം. അതാണോ നിങ്ങളുടെ സുപ്രീം പ്രയോറിറ്റി? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. തക്ക സമയത്ത് മകനെ നിന്റെ വിദ്യാഭ്യാസം യേശു നോക്കിക്കൊള്ളും. തക്ക സമയത്ത് നിനക്ക് ജോലിക്ക് വേണ്ടത് കർത്താവ് നോക്കിക്കൊള്ളും. തക്ക സമയത്ത് മകളെ നിന്റെ വിവാഹത്തിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. തക്ക സമയത്ത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. ഇത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത്, യേശു പിന്നെയും വന്നു. ഹല്ലേലൂയ. നമ്മുടെ പിന്നാലെ ഓരോ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അയച്ച് അവരുടെ നാവിലൂടെ തൻ്റെ മാറ്റമില്ലാത്ത വചനമയച്ച് നമ്മെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുവാനും ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ കരവലയത്തിലേക്ക് ചേർക്കുവാനും അധ്വാനിക്കുന്ന സ്നേഹനിധിയായ ക്രിസ്തുവിൻ്റെ ആർദ്ര സ്നേഹം, ആ സ്നേഹാർദ്ര കരവിത നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. ആ കരത്തിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ആണിപ്പഴുതുണ്ട്. എന്തിനാണ് ആണിപ്പഴുതേറ്റത്? മകനെ, നിനക്ക് വേണ്ടി. നീ കൈകൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ യേശുവിൻ്റെ കൈകൾ ആണിയടിച്ച് തകർക്കപ്പെട്ടു. മകനെ, നീ കാലുകൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ യേശുവിൻ്റെ കാലുകൾ ഒരു പാദം മറ്റേ പാദത്തോട് മുകളിൽ കയറ്റി വെച്ച് അവിടെ അടിച്ച് കയറ്റി. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കോല കൊണ്ട് അടിച്ചടിച്ച് തലയോട്ടി പിളർന്ന് കണ്ണിലൂടെ ആ മുൾമുന പുറത്തേക്ക് വന്നു. അവിടെ നിന്ന് മിറ്റിറ്റ് രക്തം വീണു. മോനെ, എന്തിന്? നീ ചിന്ത കൊണ്ട് ചെയ്ത, നിന്റെ വികാരം കൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ യേശു ശിക്ഷയേറ്റു. ഹല്ലേലൂയ. യേശു മരിച്ചു എന്ന ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് തീരും, എന്നാൽ തീരുകയില്ല. യേശു എന്തെല്ലാം ഏറ്റു. യേശു നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ട് നാം ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ എല്ലാം ചെയ്തു. നമ്മുടെ നിന്ദ മാറ്റാൻ യേശു നിന്ദിക്കപ്പെട്ടവനായി, നമ്മുടെ ശാപം മാറ്റാൻ യേശു ശാപഗ്രസ്തനെ പോലെ മരത്തിൽ തൂങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം ചെയ്ത പാപത്തിന് പരിഹാരം വരുത്താൻ യേശു തൻ്റെ ശരീരത്തിൽ വേദനയേറ്റു, ശിക്ഷ ഏറ്റുവാങ്ങി. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, നാഥ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടിയിട്ട് സകലവും കാൽവറിയിൽ നിവർത്തിച്ചു തന്നു. അതുകൊണ്ട് അങ്ങേക്ക് തരാൻ എനിക്ക് മറ്റൊന്നുമില്ല. എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, എൻ്റെ ഭാവി അങ്ങേക്ക് തരുന്നു. 19-ാമത്തെ വയസ്സിൽ എൻ്റെ യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതുവരെ എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ നൊയമ്പ് എടുത്തിട്ടുണ്ട്, ആരാധനകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ എന്ത് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എൻ്റെ കാതുകളിൽ അലയടിച്ചപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടു. എൻ്റെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി, പ്രിയരേ, മോനെ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി തന്നു, നീ എനിക്ക് വേണ്ടി എന്ത് തരും? അന്ന് 19-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, നാഥ, അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഇനിയുള്ള യേശുവിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ തികഞ്ഞുവെന്നല്ല, ജീവിതത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എൻ്റെ കർത്താവ് ഇന്നവരെയും വിശ്വസ്തനായി എന്നെ താങ്ങി. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടവരാതെ മരണത്തോളം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ദാഹവും കൊതിയും സമർപ്പണവും കൃപയാൽ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ആത്മീയവും ഭൗതികവുമായ ജീവിതം കർത്താവ് ധന്യമാക്കി തീർത്തു. നിത്യജീവൻ്റെ ഉറപ്പ് കർത്താവ് തന്നു. ഈ ഭാഗ്യമാണ് കർത്താവ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കൊടുക്കുമോ നിങ്ങളുടെ ജീവിത യേശുവിൻ്റെ കരങ്ങളിലേക്ക്? യവനക്കാര, മാന്യ യുവതി, പ്രിയപ്പെട്ട മധ്യവയസ്കനായ സഹോദര, മാന്യ പിതാവേ, മാതാവേ, പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ ജീവിതം കൊടുക്കാമോ? യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം തരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിന്നാലെ നടക്കുന്ന കർത്താവ്, നാം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കർത്താവ് സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും, മാലാഖമാർ ആർപ്പിടും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വമെടുക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ആത്മീയമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുമായി, ഞങ്ങളുടെ പ്രയർ ടീം നിങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യും. കർത്താവ് അതിന് അവസരം ഒരുക്കട്ടെ, വഴി ഒരുക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വം എടുക്കുവാനിടയാകട്ടെ.